കണ്ട എല്ലാവർക്കും അറിയണ്ട് ഞാൻ എവിടെ പോയി എന്നാണ്. സോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറയുന്നതാണല്ലോ അതിൻ്റെ ശരി. ദിസ് ഈസ് മൈ ഫസ്റ്റ് സോളോ ഫ്ലൈറ്റ്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. എനിക്ക് നല്ല പേടിയെല്ലുണ്ട്. ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടല്ല, ബട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. സോ അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ആ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി വാഷ്റൂമിൽ പോയി കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് മിറർ സെൽഫി എടുത്ത് ഒരു മനസ്സുഖം. അപ്പോഴത്തേക്ക് നമ്മളെ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഒക്കെ വന്ന് റെഡിയായി അവർ ചെക്കിങ് ചെയ്ത് കയറുമായിരുന്നു. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്കെന്തോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് 6:30 കേട്ടോ ഫ്ലൈറ്റ്. 6:30 ഫ്ലൈറ്റ്. ഞാൻ പിന്നെ എല്ലാത്തിലും ഫസ്റ്റ് തന്നെ എത്തിയിരിക്കും. പിന്നെ സൺറൈസ് കണ്ടു ചെറുതായിട്ട്. അതിങ്ങനെ എന്തോ വല്ലാത്ത സൺറൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാവരും കയറുന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ച് സമയം നോക്കിയിരുന്നു. പിന്നെ എല്ലാവരും കയറുന്നല്ലേ വെച്ച് ഞാനും പോയി കയറി. എൻ്റെ ഈ സോളോ ഫ്ലൈറ്റ് യാത്രേൻ്റെ ഫുൾ വ്ലോഗ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. 2 ദിവസത്തിനകത്ത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്ത് തരാട്ടോ. പിന്നെ ഞാൻ ഫ്ലൈറ്റ് അറ്റൻഡിനെയൊക്കെ നോക്കി എന്ത് രസമാടാ ഇവരെ കാണാൻ. ആ ഭംഗിയിൽ മതിമറന്ന് നോക്കുമ്പോഴത്തേക്കാണ് വിൻഡോന്റെ സൈഡിലെ ഭംഗി കണ്ടത്. ടൈം ലാപ്സ് പോലെ ഈ മേഘം പോകുന്നത് കണ്ടിട്ടാ ഇവിടെയാണ് എല്ലാം മുതലായത് ഇതുവരെയില്ലേ ട്രിപ്പിൽ. അങ്ങനെ ഫൈനലി ഞാൻ ലാൻഡ് ചെയ്തു. ഞാൻ ഇവിടെ വന്നതെന്ന് ഞാൻ പറയാലോ, ട്രിവാൻഡ്രം ഹസ്ബൻഡിൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ കണ്ണൂരേക്ക്, അതായത് എൻ്റെ നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ വന്നതാണ് ഗൈസ്. ഒരു ചേഞ്ചിന്, എപ്പോഴും ട്രെയിനും ബസ്സൊക്കെ അല്ലേ, അപ്പോൾ ഒരു ചേഞ്ചിന് ഞാൻ ഫ്ലൈറ്റ് കയറി വന്നു. അതാണ് ഇന്ന് നടന്നിട്ടുള്ളത്. പിന്നെ കണ്ണൂർ എയർപോർട്ട് എന്ത് മനുഷ്യന്മാരെ, ഒരു മഞ്ച കുഞ്ഞില്ലാത്തൊരു എയർപോർട്ട് എന്ന് പറയാം. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടും കണ്ണൂർ എയർപോർട്ട് എന്താ ഇങ്ങനെയെന്നാണ് ഞാൻ അവിടെ നിന്ന് ഇരുന്ന് ആലോചിച്ചത്. ലൈക്ക് ഒരു മനുഷ്യ കുഞ്ഞ് ആ ഭാഗത്തില്ലടാ. പിന്നെ എങ്ങനെയല്ലോ അവിടെ കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി. അവിടെ പുറത്തിറങ്ങാൻ തന്നെ കഷ്ടപ്പാടായിരുന്നു. പിന്നെ വീട്ടിലെത്തി എങ്ങനെയല്ലോ രക്ഷപ്പെട്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ ഇപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടാ.